താൻ ആരെങ്കിലും സ്നേഹിച്ചുണ്ടോ? റെഡി, പാടിക്കോ. 1 2 3 4. പാട്. അയ്യോ വേണ്ട, ഞാൻ നാളെ പാടാം. അത് പറ്റില്ല, എന്നോട് സമ്മതിച്ചല്ലേ? വേണ്ട, ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ എന്തായാലും പാടാം. അയ്യോ വേണ്ടെന്ന്. എന്തിനാ നാണിക്കുന്നു? പറ്റില്ല പറ്റില്ല, ഇപ്പൊ പറ്റില്ല. പോരുത്, ഞാനാ പറയണേ. വേണ്ട, എനിക്ക് നാണാവും. ഓ പിന്നെ കയ്യൊന്ന് വിടുക. ഒറ്റ പ്രാവശ്യം ഞാൻ വിളിച്ചു കൂവും കേട്ടോ. എനിക്ക് വേണ്ടിട്ടല്ലേ? ശരി. ಮುಗುಂದ ಮನೆ ಇಲ್ಲಿ ಅಲ್ಲಿ ಕಾಣುತ್ತಲ್ಲ, ಅದೇ ಮನೆ. ಹೋಗಿ. എന്തായി മോനെ, ഇവിടുത്തെ ജീവിതമൊക്കെ സുഖാണോ? എന്തായാലും ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും കൂടി ഇവിടെ വരച്ച് ഇരുമെയ്യും ഒറ്റ കല്ലായിട്ട് നമുക്ക് ഇവിടെ കഴിയാം. എന്തായി കരള? തനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടോടോ? കുടിച്ചു കുടിച്ച് തന്നെല്ലാം നശിപ്പിച്ചില്ലേ? ഇപ്പൊ ഇവിടെ ആർക്ക് ഐസ്ക്രീം കൊടുക്കാൻ എത്താമെന്ന്? മറക്കട മോനെ. മറക്കണമെന്നോ കൊരങ്ങാന്നോ എന്നെ? മറക്ക് എടാ മോനെ. ഞാൻ നിനക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നറിയോ? ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്. ഉണക്കമുന്തിരി മണ്ടിപ്പരിപ്പും കൊണ്ടിടക്കാൻ താനാരോ കാബൂളി വാലേ? കാബൂളി വല നിന്റെ അച്ഛൻ. തന്റെ തോന്നിയ ദിവസങ്ങളൊക്കെ ഞാൻ ഭാര്യക്കരുത് കേട്ടോ. അങ്ങനെയാണെന്ന് നിന്റെ അമ്മയ്ക്ക് ഞാൻ വിളിക്കും. നിന്റെ അമ്മയ്ക്ക് ഫോൺ വിളിച്ച് നിന്റെ തോന്നിയാസങ്ങളൊക്കെ ഞാൻ പറയും. ഞാൻ എന്ത് തോന്നിയാസം കാണിച്ചു? ഞാൻ കണ്ടടാ രണ്ടെണ്ണ മെഴുമെഴാന്ന് ഇവിടുന്ന് ഓടി പോകുന്നത്. പോക്കരത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിനക്ക് കാണിക്കല്ലേ? ഇവിടുന്ന് ഇറങ്ങിപ്പോയ രണ്ട് പെമ്പിള്ളേർ ആരാന്നറിയാതെ ഞാൻ ഇവിടെ ഇറങ്ങി പോകില്ല. അതെന്റെ കടമയാ. ഞാൻ പോരാ. വെറുതെ ഇരിക്കണോ? ഇപ്പൊ താനാണ് കള്ളൻ. കള്ള കള്ള ജൽദി ബന്നി, റോഡ് സിക്കിനെ ജൽദി ബന്നി. കള്ള കുടിച്ചടിച്ചോ? അത് നോക്കണം. രണ്ട് പെണ്ണുങ്ങൾ അല്ല ആ സൈഡിൽ കൂടെ പോയി. ಸ್ವಾಮಿ ಗುರು, ಶ್ರಾವಣಗಿರಿ ಇಲ್ಲಿಂದ ಎಷ್ಟು ದೂರ ಇದೆ? ಇಲ್ಲಿಂದ ಸುಮಾರು ಒಂದು 150 ಕಿಲೋಮೀಟರ್ ಇದೆ. 150? 150. ಇಲ್ಲಿಂದ ಸೀದಾ ಹೋಗ್ಬೇಕಾ? ಸೀದಾ ಹೋದ್ರೆ ಒಂದು ಜಂಕ್ಷನ್ ಸಿಗ್ತೆ, ಅಲ್ಲಿಂದ ಲೆಫ್ಟ್ ತಕ್ಕೊಳ್ಳಿ. ಬರ್ತೀನಿ ಸ್ವಾಮಿ. ಹೋಗ್ಲಿ. ಶ್ರಾವಣಗಿರಿ. മൂത്തുകാരിയായോണ്ട് ആളെ മനസ്സിലല്ല, പക്ഷെ എന്റെ ഏറെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. അയാൾ ആരാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ
ഒരു കോപ്പി വാങ്ങിക്കായിരുന്നു. ചേച്ചി ഫോട്ടോത്തിൽ ഞാനും പെട്ടിട്ടുണ്ടാവോ? ഇവിടെ കഴുത വെള്ളത്തിൽ കുത്തി മറിയുമ്പോ എങ്ങനത്തെ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഈശ്വരൻ അറിയാം. തനിക്ക് എത്ര രൂപ വേണ്ടേ? 200. ഈ ആട്ടുംകട്ടം പോലുള്ള സാധനം വെച്ചിട്ട് 200 രൂപയെ. വിനായക മുരുക നമസ്കാരം സ്വാമി. നമസ്കാരം. തിമ്മയ്യൻ സ്ഥലത്തില്ലാത്തോണ്ടാണ് ഞാനിപ്പോ ഇത് എടുക്കുന്നത്. ഞാനിത് വെച്ചിട്ട് കാശ് എന്ന കാര്യം നീ പോയി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞേക്കണം. എന്നിട്ട് വേണം എല്ലാ ദരിദ്രവാസികളും ക്യൂ ആയിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളാൻ. ഇതൊക്കെ ശരിക്കും നിയമവിരുദ്ധ. പോലീസ് അറിഞ്ഞ ഞാനും നീയും ജയിലാവും. നീ ഇങ്ങനെ ചിരിക്കരുത്. നിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു. ഇതേ ഒരു 150 രൂപയ്ക്കുള്ളതേ ഉള്ളൂ. ഭരത്തിരി സ്വാമി. ഇങ്ങനെ ഉരച്ചെടുക്കണ സ്വർണത്തിന്റെ പാപമൊക്കെ എവിടെ കൊണ്ട് അനുഭവിച്ച് തീർക്കും ഭഗവാനെ. നിന്റെ മുഖത്തൊന്നല്ലല്ലോ ഞാൻ ഉരച്ചത്. ഞാൻ ഈ ബാങ്കിന്റെ മാനേജരാ. ഇവിടെ എന്തൊരക്കണം എത്ര ഉരക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ 100 വട്ടം ഹെഡ് ഓഫീസിലേക്ക് എഴുതിയതാ പിയുടെ ഡ്രസ് വേണത്. നീ ആ കൈയൊക്കെ ഒന്ന് മടക്കി വെച്ചേ. ഇങ്ങ് വന്നേ. എന്തിന്? തലവനിക്ക് ടവലുണ്ട് അതിന്റെ എടുത്തേ. ഇത്രയും പൗഡർ ഒന്നും വേണ്ട. ഇവിടെ ഫാഷൻ പരോടൊന്നുമില്ല. നീ പോയ കാശ്മീർ എടുത്തിട്ട് വന്നേ. മാനേജർ ഏതാ പിയൂൺ ഏതാന്ന് കസ്റ്റമേഴ്സിന് തിരിച്ചറിയാൻ പറ്റാണ്ടായി. കൺഫ്യൂഷൻ. ഓ ഒറ്റയ്ക്ക് ഇരുന്നാണ്ട് പോയക്കല്ലേ. കർത്താവ് ആവശ്യത്തിനുള്ള പുക എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇവർക്ക് 2 ആൾക്ക് കൊടുത്താൽ മതി. അയ്യോ എന്താ അവിടെ? അയ്യോ താനാരാ? ഞാൻ ചാർജ് എടുക്കാൻ വന്ന. ചാർജ് എടുക്കാൻ വന്ന പിശാചാ? അല്ല സാർ, ഞാൻ മൂന്തൻ. ഇവിടെ ഫീൽഡ് ഓഫീസറായിട്ട് ചാർജ് എടുക്കാൻ വന്ന. ഒരാഴ്ചയായി ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. അല്ല സാറിന്റെ മുഖത്ത് എന്ത് പറ്റി? കരിയോ? ഓ, അത് ബൈക്ക് റിപ്പയർ ചെയ്തപ്പോ ഞാൻ. അയ്യോ ഞാൻ തുടച്ചു തരാം മോനെ. അയ്യോ ഇപ്പൊ കൂടുതലായി. വേണ്ട, ഞാൻ ഈ കുട്ടി ഇവിടുത്തെ ടൈപ്പിസ്റ്റാ. പേര് മുന്തിരി. മുന്തിരിയാ? അതെ, വജ്രലക്ഷ്മിക്ക് സാർ ഇട്ടിരിക്കുന്ന പേരാ. ഹലോ. ഹലോ. ഞാൻ തുടച്ചു തരാം. അയ്യോ സാർ, ഞാൻ സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അതെ, അതൊക്കെ എനിക്കറിയാം. ഇവിടെ അങ്ങനെ മേലേന്നും കീഴേനൊന്നും ഇല്ല. ചില മാനേജർമാരുണ്ട് കീഴ് ജീവനക്കാരെ ഭയപ്പെടുത്ത ഭീഷണിപ്പെടുത്ത ഒക്കെ ചെയ്യുന്നവര്. എനിക്കിവിടെ എല്ലാവരും കുടുംബാംഗങ്ങളുടെ പോലെയാ. അതെ, ഞാൻ സാറിന്റെ അനി ശശി. ആ പോയത് സാറിന്റെ പെങ്ങളും. അവരെന്റെ പെങ്ങളാക്കരുത്, എന്റെ പെങ്ങളാക്കരുത്. അവര് നിന്റെ പെങ്ങള്. നീ പോയി ചായ മേടിച്ചിട്ടോടാ. സ്പെഷ്യൽ ചായ ഞാൻ മാറ്റോണ്ടോ കേട്ടാ. മോനെ നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോടാ. അല്ല, സാറ് മുകുന്ദ സാറിന് ആദ്യമായിട്ടല്ലേ കാണുന്നത്? പിന്നെ എങ്ങനെ? എന്താ പൊതിയില്? ചായക്കുള്ള ഫ്ലാസ്ക്. ആദ്യം നീ അതിന്റെ ഉടുപ്പുണ്ടായിച്ചേ. ഈ നാട്ടുകാർക്ക് അറിയാം നീ ഇവിടെ ചായ മേടിച്ചു കൊണ്ടിരുന്ന ആളാണെന്ന്. നീ മുകുന്ദനോട് ചായ മേടിച്ചു കൊണ്ടിരുന്ന നാട്ടുകാർ മൂന്നും കാണട്ടെ. ഓട്. പ്യൂണ. മോൻ ഇവിടെ ഇരിക്കും, ഞാൻ ഇതാ വരുന്നു. നിക്ക്. എടാ മോനെ ശശി. വന്നിരിക്കുന്നത് ഫീൽഡ് ഓഫീസർ ഒന്നും അല്ല. പിന്നെ ഫീൽഡ് ഓഫീസറുടെ വേഷത്തിൽ നമ്മളെ കൊല്ലാൻ വന്ന കാലനാ. നമ്മളെയല്ല സാറിനെ. ഞാൻ അന്നേ പറഞ്ഞതാ. നിയമവും കണക്കൊന്നും നോക്കാതെ കള്ളപ്പേരിൽ ലോൺ കൊടുക്കുമ്പോ ആലോചിക്കുമായിരുന്നു ഹെഡ് ഓഫീസിൽ നാളെ വരുമെന്ന്. എന്നെ അങ്ങ് വിട്ടേക്ക്. നമുക്ക് നമ്മുടെ ശരീരമാണ് വലുത്. നീ എന്റെ കൂടെ നിന്നാ മതി. ഇവനെ അല്ല ഇവന്റെ അച്ഛനെ വരെ നമുക്ക് ചൊൽപ്പടിക്ക് നിർത്താം. ഒന്നും അല്ലെങ്കിൽ നമ്മൾ കുടുംബാംഗങ്ങളുടെ പോലെയല്ലടാ. ശരി, അങ്ങനെയാണെങ്കിൽ സാറ് പോയി ചായ വാങ്ങിച്ചോണ്ടാ. എനിക്കൊരു മസാല ദോശയും നല്ലപോലെ മൊരിയണമെന്ന് പറഞ്ഞേക്കെ. ചായ മേടിച്ചിട്ടോടാ, ചെല്ലടാ. സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പക്ഷെ ഈ ഏരിയയില് പാമ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, പേടിക്കാനൊന്നും ഇല്ലെന്ന്. മുറി ഇഷ്ടായ? ഞാനിവിടെ ആദ്യം എരുമേനെ കെട്ടിരുന്ന സ്ഥല. അല്ല, അന്തോണി സാറെന്താ ഈ വേഷത്തില്? അതിപ്പോ ചേരയും പാമ്പൊന്നും അല്ലടാ. ചേര തിന്നണ നാട്ടിൽ ചെന്ന നടുക്കണ്ടം തിന്നണെന്ന് പറയില്ലേ? അപ്പൊ ഇവിടെ വേറെ ഫുഡൊന്നും കിട്ടില്ലേ? നാട് ഓടുമ്പോ നടുവേ ഓടണമെന്നൊരു പഴഞ്ചൊല്ലില്ലേ? അല്ലെങ്കിൽ സാറ് ഓടേണ്ടി വരും കേട്ടോ. എന്താ പറഞ്ഞേ? അല്ല, ഈ മോട്ടോർ സൈക്കിൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന മഴ കൊള്ളൂ സാറേ? എന്താ മഴ പെയ്യുമ്പോ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ഓടി വന്ന് മുറ്റത്ത് നിക്കോ? അതില്ല. ഇവനായിട്ട് വലിയ കമ്പനി ഒന്നും വേണ്ട. വേണ്ട. മുറി ഇത്തിരി ചെറുതാണെങ്കിലും ഐശ്വര്യമുള്ളതാ. എനിക്കിങ്ങനെ ടെൻഷൻ വരുമ്പോ ഞാൻ എന്റെ ഭാര്യയെയും കൂട്ടി
ഈ മുറിക്കകത്ത് വന്നിരുന്ന് മുഖത്തോട് മുഖം നോക്കി വെറുതെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വെറുതെ ഇരിക്കണ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത് സാറിന് കുട്ടികളില്ല കേട്ടോ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല പിന്നീട് വരെ ಅವಸರ ಇವನ್ കിട്ടിയില്ലെങ്കിൽ ಎಲ್ಲಿ ಹೋಗಿದ್ದಾನೆ? ಹೇಳಿದ ಕೆಲಸ ಮಾಡ್ಲೇ ಇಲ್ಲ. ಸೋಂಬೇರಿ. ಇವತ್ತು ಊಟ ಕೊಡಲ್ಲ ನಾನು. തമാശ കന്നഡത്തിൽ ഇങ്ങനെ ഒരുപാട് തമാശകളുണ്ട്. സാർ ഈ വേഷം ഇട്ടിരിക്കുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? ഭാര്യയെ പേടിച്ചിട്ടാ. ബാങ്കിൽ ക്രിസ്ത്യാനി, ഭാര്യ വീട്ടിൽ ഹിന്ദു. എന്താ പറഞ്ഞേ? അല്ല സാറ് വലിയ മനുഷ്യൻ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അത് കള്ളം പറയുന്നതിന് അങ്ങനെ ನೀನು സമയമൊന്നുമില്ലല്ലോ. ಇಲ್ಲೇ ಇದೀಯಾ?